Hi guys, welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജിയോയിഡിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 50 പേരായിരിക്കും നമ്മൾ ഒരു ബാച്ചിൽ എടുക്കാൻ പോകുന്നത്. ആൻഡ് 500 റുപ്പീസ് എന്നുള്ള ഫീസ് സ്ട്രക്ചറിലായിരിക്കും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. 1 ഇയർ കോഴ്സാണ്. നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ന്യൂസ്. ഇന്നത്തെ ന്യൂസ് ഇന്ത്യ നീഡ്സ് ടു ഡിസൈൻ ആൻഡ് ഇൻകൾസീവ് പെൻഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ഇത് പ്രിലിംസിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ഇന്ത്യൻ എക്കണോമിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ് ഇഷ്യൂസ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇന്ത്യൻ എക്കോണമിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ന്യൂസ്. പെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, അതായത് ആൾക്കാർ റിട്ടയർ ആയതിനു ശേഷം അവർക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ പൈസയെ പറ്റിയിട്ട്, എസ്പെഷ്യലി മണിയെ പറ്റിയിട്ട് അധികം വെറി ചെയ്യാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻസ് ആവശ്യമാണ് അല്ലേ. ഇറ്റ് ഗീവ്സ് പീപ്പിൾ മണി ആഫ്റ്റർ ദേ റിട്ടയർ സോ ദേ ക്യാൻ ലീവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് നോട്ട് വെറി അബൌട്ട് മണി. റിട്ടയർമെൻറ്റിന് ശേഷം ആൾക്കാർക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല അല്ലേ, ദേ വിൽ സ്റ്റോപ്പ് ഏണിങ്. അവരുടെ എക്സ്പെൻസസ്, അതായത് എസ്പെഷ്യലി മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും ദാറ്റ് കീപ്പ് ഇൻക്രീസിങ് അല്ലേ. പെൻഷൻസ് ഹെൽപ്സ് ടു കവർ ദോസ് കോസ്റ്റ്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 വർക്കേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ 12 ആൾക്കാർക്ക് മാത്രമേ ഫോർമൽ ആയിട്ടുള്ള പെൻഷൻ പ്ലാൻസ് ഉള്ളൂ. ഇന്ത്യയുടെ ടോട്ടൽ പെൻഷൻ സേവിങ്സ് 17% നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ, അതായത് നമ്മുടെ GDP 17% ഇന്ത്യയുടെ ടോട്ടൽ പെൻഷൻ സേവിങ്സ്. റിച്ച് കൺട്രീസ്, വേറെ കൺട്രീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 80% ഉണ്ട്. while rich countries have much more saved up to 80%. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറുകിട കടകളിലും അല്ലെങ്കിൽ ഫാമുകളിലും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ഒക്കെ ആയിരിക്കും. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു പെൻഷൻ പ്ലാൻ ഇല്ല. വിച്ച് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദിയർ ഫ്യൂച്ചർ. നമ്മൾ ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതലും ഉള്ളത് ഇൻഫോർമൽ വർക്കേഴ്സാണ്. അതായത് ഫാർമേഴ്സ്, ഡെയിലി വേജ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഗിഗ് വർക്കേഴ്സ്. ഈ ഒരു ഗിഗ് വർക്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പററി ആയ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. എസ്പെഷ്യലി ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടറൊക്കെ ആയിട്ട് ദേ ആർ എൻഗേജ്ഡ് ഓൺ ഇൻഫോർമൽ ഓർ ഒരു ഓൺ ഡിമാൻഡ് ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് അതിനെയാണ് ഈ ഒരു ഗിഗ് വർക്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്കൊന്നും പെൻഷൻ ഇല്ല. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള കറണ്ട് പെൻഷൻ സിസ്റ്റം, ഇന്ത്യയിലെ നിലവിലുള്ള പെൻഷൻ സിസ്റ്റം അത് വളരെ കൺഫ്യൂസിങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു മെനി സ്മോൾ പാർട്സ്. നമ്മുടെ ഗവൺമെൻറ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ലൈക്ക് വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ഗിഗ് വർക്കേഴ്സ്. ബട്ട് ഇറ്റ് ഓൺലി ഹെൽപ്സ് എ വെരി സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇത് സഹായിക്കുന്നുള്ളൂ. ഈ ഒരു പുതിയ സ്കീംസ് ഇത് ഒരുപാട് കോംപ്ലക്സ് ആണ്. ആ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു സ്കീംസ് ദേ ഹാവ് ക്രിയേറ്റഡ് മോർ കോംപ്ലക്സിറ്റി എന്ന് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ റിച്ച് കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ലെയേർഡ് പെൻഷൻ സിസ്റ്റം ഉണ്ട്. ദാറ്റ് കവർ ഓൾമോസ്റ്റ് എവരി വൺ. ഇന്ത്യയിൽ വോളണ്ടറിലി ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഇൻഫോർമൽ വർക്കേഴ്സിന് ആ ഒരു പെൻഷൻ കിട്ടുള്ളൂ. ഇൻഫോർമൽ വർക്കേഴ്സ് ക്യാൻ ഓൺലി ഗെറ്റ് പെൻഷൻ ബൈ ജോയിനിങ് വോളണ്ടറിലി ത്രൂ സ്കീംസ് ലൈക്ക് NPS, നാഷണൽ പെൻഷൻ സിസ്റ്റം, അതേപോലെ അടൽ പെൻഷൻ യോജന, APY ആൻഡ് ഓൾ. പക്ഷേ ആസ് ഓഫ് നൗ ഇന്ത്യയിലുള്ള 5.3% ആൾക്കാർ മാത്രമേ ഈ സ്കീമിലുള്ളൂ. ഇനി 2050 ആവുന്നതോട് കൂടിയിട്ട് 2050 ആകുമ്പോഴേക്കും 30% ആൾക്കാർ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഈ ഒരു ദി മോർ ഓൾഡ് പീപ്പിൾ വിൽ ഡിപ്പെൻഡ് ഓൺ ഫ്യൂവർ വർക്കിംഗ് ഏജ് പീപ്പിൾ അല്ലേ. അത് അവിടെ ഒരു എൽഡർലി പോവേർട്ടി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെ. ഒരുപാട് ആൾക്കാർ, മോസ്റ്റ്ലി ആൾക്കാർ ഈ ഒരു പെൻഷൻ സ്കീംസിലൊന്നും ജോയിൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവർക്ക് ആ ഒരു
ഇതിനെ പറ്റിയിട്ട് നേരെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. ദേ ഡോണ്ട് നോ ഇനഫ് അബൌട്ട് ദം ഓർ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഫൈനാൻസ് എന്നുള്ളതാണ്. സോ ഇന്ത്യയുടെ പെൻഷൻ സിസ്റ്റം അങ്ങനെ നമുക്ക് വളരെ സ്ട്രോങ് ആണെന്നോ അല്ലെങ്കിൽ റിലയബിൾ ആണെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. സോ ഒരു ഗ്ലോബൽ പെൻഷൻ റാങ്കിങ് പ്രകാരം ഇറ്റ് ഷോസ് എ വെരി ലോ സ്കോർ ഓഫ് 44% in a global pension ranking. So ഇന്ത്യയുടെ പെൻഷൻ സിസ്റ്റം ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ് ഓർ റിലയബിൾ എന്ന് വേണം നമ്മൾ പറയാൻ. സോ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ വയസ്സായ ആൾക്കാരുള്ളത്. ഇപ്പോൾ ബാക്കി വേറെയുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജപ്പാൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് തൊട്ടിട്ട് 59 വയസ്സ് വരെയുള്ള എല്ലാവരും, എവ്രി വൺ ഏജ് ടു 20 to 59 ഏജ് മസ്റ്റ് പേ ഇൻ ടു എ പെൻഷൻ സിസ്റ്റം. അത് കമ്പൽസറി ആണ്. അവിടെയുള്ള എല്ലാ സിറ്റിസൺസും കമ്പൽസറി ആയിട്ടും ഈ ഒരു പെൻഷൻ സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു നിശ്ചിത തുക അവർ കൊടുത്തിരിക്കണം. ദേ മസ്റ്റ് പേ ഇൻ ടു എ പെൻഷൻ സിസ്റ്റം. അത് കമ്പൽസറി ആണ് ജപ്പാനിലൊക്കെ. ന്യൂസിലാൻഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബേസിക് പെൻഷൻ ഉണ്ട്. ഓക്കെ, ന്യൂസിലാൻഡ് ഗീവ്സ് എ ബേസിക് പെൻഷൻ ടു എവ്രി വൺ. ഓക്കെ, അവർ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം അവർ ന്യൂസിലാൻഡിൽ ജീവിച്ച് കഴിഞ്ഞാൽ, ആസ് ലോങ് ആസ് ദേ ഹാവ് ലീവ് ദർ ഫോർ അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ്, അവർക്ക് ആ ഒരു ബേസിക് പെൻഷൻ എല്ലാവർക്കും കിട്ടും. ഓസ്ട്രേലിയയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്കൂളിൽ വളരെ ചെറുപ്പകാലങ്ങളിൽ തന്നെ, അതായത് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പിള്ളേരെ പഠിപ്പിക്കും. ഓക്കെ, ഈ പെൻഷൻസിനെ പറ്റിയിട്ട്, അവർ പെൻഷൻ സേവിങ്ങിനെ പറ്റിയിട്ട് അവർ പഠിപ്പിക്കും. ഒരു സൂപ്പർ ആനുവേഷൻ എന്നാണ് അതിനെ അവർ പറയുന്നത്. സോ അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു പെൻഷൻ സ്കീംസിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവും. നെതർലാൻഡ്സിൽ വർഷം തോറും ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്യും. ഹൗ മച്ച് പെൻഷൻ ദേ വിൽ ഗെറ്റ് എന്ന് അവരെ ആൾക്കാരെ അറിയിക്കും. ദേ വിൽ സെൻഡ് പീപ്പിൾ ഇയർലി അപ്ഡേറ്റ്സ്. ഓക്കെ, സോ അവിടെ ഒരു ട്രാൻസ്പാരൻസി ഉണ്ട് കൂടുതൽ, അല്ലേ. ഇനിയിപ്പോൾ UK കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ദേ ആർ ഓട്ടോമാറ്റിക്കലി എൻറോൾഡ് ഇൻ ടു എ പെൻഷൻ പ്ലാൻ. ഓക്കെ, പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇവർ എൻറോൾ ആവും ആ ഒരു പെൻഷൻ പ്ലാനിലേക്ക്. ഇനി അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് വിൽ ഇൻക്രീസ് പാർട്ടിസിപ്പേഷൻ, അല്ലേ. ഇനിയിപ്പോൾ നൈജീരിയയുടെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ടെക്നോളജിയും അതേപോലെ ഡിജിറ്റൽ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പെൻഷൻ കുറച്ചും കൂടി ഇറ്റ് ഹാസ് മെയ്ഡ് എ പെൻഷൻ ഈസിയർ ടു ആക്സസ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെക്നോളജിയും ഡിജിറ്റൽ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട്. ഇനി USA ബാക്കിയുള്ള കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനീസും അതേപോലെ ഈ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ they make sure pension fund have enough money and give them good returns. ഓക്കെ, സോ ഈ കൺട്രീസ് ഇപ്പോൾ USA ആണെന്നുണ്ടെങ്കിലും നൈജീരിയ ആണെന്നുണ്ടെങ്കിലും UK, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ, സോ ഇവരുടെ അടുത്തൊക്കെ ഈ രാജ്യങ്ങളുടെ അടുത്തൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഇൻകൽസീവ് പെൻഷൻ സിസ്റ്റം ഉണ്ട്. സോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം അതാണ്. while India still needs to improve its structure, awareness and access. സോ നമുക്കിതിൻ്റെ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, വി ലുക്ക് ഓൺ ടു ദി വേ ഫോർവേഡ് ഫോർ ഇംപ്രൂവിങ് പെൻഷൻസ് ഇൻ ഇന്ത്യ. സോ ഒരു ബേസിക് പെൻഷൻ ഫോർ ഓൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്, ഒരു ടയർ 1 പെൻഷൻ സിസ്റ്റം. അതായത് എല്ലാവരും ഈ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ചെറിയൊരു എമൗണ്ട് റെഗുലർലി, അതായത് എല്ലാ മാസവും അവരെ പേ ചെയ്യണം ഇൻ ടു എ പെൻഷൻ സിസ്റ്റം. സോ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നത് അവിടെ മാറ്റർ ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് ജോബ് യു ഡു. നമ്മൾ ഫാർമേഴ്സ് ആയിരിക്കാം, ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പ് വർക്കർ ആവാം, അല്ലെങ്കിൽ ഓഫീസ് എംപ്ലോയി ആവാം. സോ എല്ലാവരും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അവർക്ക് വയസ്സായി നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ടൈമിൽ വി വിൽ ഗെറ്റ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി എവറി മന്ത് ആസ് പെൻഷൻ. സോ ഇത് എന്തുറപ്പാക്കുന്നു? ദാറ്റ് നോ വൺ ഈസ് ലെഫ്റ്റ് വിത്തൗട്ട് സപ്പോർട്ട് ഇൻ ഓൾഡ് ഏജ്. രണ്ടാമത്തത് ഒരു വർക്ക് പ്ലേസ് പെൻഷൻ എന്നുള്ളൊരു സെറ്റപ്പാണ്, ഒരു ടയർ 2 പെൻഷൻ. അതായത് നിങ്ങൾക്കൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ യുവർ എംപ്ലോയർ വിൽ ഓൾസോ ഹെൽപ്പ് യു സേവ് ഫോർ യുവർ പെൻഷൻ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എംപ്ലോയർ കൂടി ഓക്കെ നമ്മുടെ ആ ഒരു പെൻഷന് വേണ്ടിയിട്ട് ഒരു തുക സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, സോ എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ പാർട്ടും അതേപോലെ തന്നെ ആ ഒരു എംപ്ലോയർ ഒരു ചെറിയ പാർട്ടും കൂടിയിട്ട് നമ്മുടെ പെൻഷൻ അക്കൗണ്ടിലോട്ട് ഇടും. സോ യു ആർ ഓട്ടോമാറ്റിക്കലി എൻറോൾഡ്. ഓക്കെ, പക്ഷേ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വി ക്യാൻ ലീവ് ഇറ്റ്. സോ ദിസ് വിൽ ഹെൽപ്പ് അസ് ടു ബിൽഡ് എ ബിഗർ പെൻഷൻ ഫോർ ദ ഫ്യൂച്ചർ വിതൗട്ട് ഡൂയിങ് മച്ച് അവർ സെൽഫ്. മൂന്നാമത്തത് ഒരു വോളണ്ടറി സേവിങ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ടു സേവ് എക്സ്ട്രാ മണി ഫോർ അവർ ഓൾഡ് ഏജ് ഇഫ് യു വാണ്ട്. സോ ആ ഗവൺമെൻറ് നമുക്ക് അതിന് റിവാർഡ് തരുന്നതായിരിക്കും. ലൈക്ക് ടാക്സ് സേവിങ്സ് ഒക്കെ തരും നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ദാറ്റ് സ്യൂട്ട്സ്
suits to us, and they will get good returns by investing in the market. So ഇത് ഒരിക്കലും കമ്പൽസറി അല്ല, ബട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ് മോർ മണി ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അല്ലേ. ഈ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ, ഒരുപാട് ചെറിയ ചെറിയ പെൻഷൻ സ്കീമുകളൊന്നും ഇല്ലാതെ വളരെ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ ഒരു പെൻഷൻ അവയർനെസ് പഠിപ്പിക്കുക. ഓക്കെ, നമ്മൾ ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞില്ലേ, സോ അവിടെ ഉള്ള പോലെ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക ആൾക്കാരെ, സ്റ്റുഡൻസിനെ. ആൻഡ് നെക്സ്റ്റ്, മേക്ക് ഇറ്റ് ഈസി ടു ജോയിൻ ത്രൂ ഡിജിറ്റൽ ആപ്സ് ഓർ വെബ്സൈറ്റ്സ്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആപ്പുകളോ വഴി ഈ ഒരു സ്കീമിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാം. സോ നെക്സ്റ്റ്, എവ്രി വൺ ഷുഡ് ഗെറ്റ് ഇയർലി പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, എല്ലാവർക്കും ആ ഒരു ഇയർലി പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉറപ്പാക്കുക. സോ അതിലൂടെ എത്രത്തോളം മണി അവർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു ട്രാൻസ്പാരൻസി ആൻഡ് strong rules to ensure pension money is invested wisely, and the system stays safe and reliable over time. So ഈ ഒരു അപ്രോച്ച് ഇറ്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ ഈസ് ഇൻക്ലൂഡഡ് അല്ലേ. സോ ആ ഒരു സിസ്റ്റം ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് അത് സ്ട്രോങ് ആയിരിക്കും, ആൻഡ് ഫ്യൂച്ചർ റിട്ടയറീസ് ആർ പ്രൊട്ടക്റ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ ഗോ ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. എ ചാൻസ് ടു റീബിൽഡ് ദ ട്രസ്റ്റ്, റീസ്റ്റോർ ഫെയ്ത്ത് ഇൻ എയർ ട്രാവൽ. സോ ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് റെലവൻസ് എടുക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്. അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അതിൽ പെടുന്നതാണ്, GS പേപ്പർ 3 പെടുന്നതാണ്. എയർപോർട്ടും പിന്നെ റോഡ്, പോർട്ട്, റെയിൽവേസ്, എനർജിയൊക്കെ വരുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അണ്ടറിലാണ് GS പേപ്പർ 3. സോ ഈ ഒരു ന്യൂസിൻ്റെ കോൺടെക്സ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കറിയാം ജൂൺ 12 നമ്മുടെ ആ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷായി അഹമ്മദാബാദിൽ. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മീഡിയാസ്, അതായത് ന്യൂസ് ചാനൽസ് ആവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം, ഒരുപാട് ചാനൽസും യൂട്യൂബേഴ്സും ഒക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഫേക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിച്ച് ഈസ് സ്കെയറിങ് പീപ്പിൾ ഹൂ ട്രാവൽ ബൈ എയർ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫ്ലൈറ്റ്, ഈ ഒരു ട്രാവൽ, എയർ ട്രാവൽ തന്നെയാണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് മീൻസ് ഓഫ് ട്രാവൽ. ഓക്കെ, സ്റ്റിൽ. ആൻഡ് പിന്നെ ഈ ഒരു ബ്ലാക്ക് ബോക്സിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ടല്ലേ. ഈ ഒരു ബ്ലാക്ക് ബോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് 2 ഇമ്പോർട്ടൻറ്റ് ഡിവൈസസ് ആണ്, പ്ലെയിനിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് ഡിവൈസാണ്. അതിലൊന്ന് ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഡാറ്റ റെക്കോർഡറാണ്, ദ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതേപോലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. ഓക്കെ, ഇത് രണ്ടിനെയും കൂടിയിട്ടാണ് ഇവർ ബ്ലാക്ക് ബോക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഇത് കണ്ടു കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് പറഞ്ഞു തരും എവിടെ എന്താണ് പാളിച്ച പറ്റിയത് എന്നുള്ള കാര്യം. ഈ ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് പറഞ്ഞു തരും. ഇറ്റ് വിൽ ഹെൽപ്പ് എക്സ്പ്ലെയിൻ വാട്ട് വെൻറ്റ് റോങ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. US നിന്നും അതേപോലെ UK എന്നുള്ള എക്സ്പേർട്സൊക്കെ നമ്മുടെ ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ റീസൺ ബിഹൈൻഡ് ദ ക്രാഷ്. സോ ആ ഒരു റിയൽ ഫാക്റ്റ് പുറത്തേക്ക് വരിക ആ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷന് ശേഷമായിരിക്കും. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നിന്നല്ല അത് വരിക. ഓക്കെ, സോ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ന്യൂസ് ചാനൽസ് ആണെന്നുണ്ടെങ്കിലും ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്കാരിങ് പീപ്പിൾ ഹു ട്രാവൽ ബൈ എയർ. സോ ഇവിടെ ഈ ഒരു നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഇനീഷ്യൽ ക്ലൂസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു പോസിബിൾ കോസ്. ഓക്കെ, ആ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ക്രാഷിനുള്ള ആ ഒരു പോസിബിൾ കോസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഒരു സർവൈവേഴ്സ് പറഞ്ഞത് ആ ഒരു ടേക്ക് ഓഫിന് ശേഷം അവർ നല്ലൊരു വലിയൊരു ശബ്ദം കേട്ടു. ഓക്കെ, എന്നിട്ട് ആ ക്യാബിനിലുള്ള ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങി. സോ അവർക്ക് മനസ്സിലായി സംതിങ് ക്ലിയർലി വെൻറ്റ് റോങ് ക്വിക്ലി. ഓക്കെ, സോ എക്സ്പേർട്സ് പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റാം എയർ ടർബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമർജൻസി ഫാൻ ഉണ്ട്. ഒരു ചെറിയൊരു എമർജൻസി ഫാനാണ് ഈ ഒരു റാം എയർ ടർബിൻ എന്നുള്ളത്, ടർബൈൻ. സോ ഇത് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇറ്റ് കെയിം ഔട്ട്. ഓക്കെ, സോ ഇത് പുറത്തേക്ക് വരിക, 2 എഞ്ചിനും ഫെയിൽ ആയാലാണ് ഇത് പുറത്തേക്ക് വരിക. സോ ദാറ്റ് മീൻസ് ദ പ്ലെയിൻ ലോസ്റ്റ് ഓൾ ഇറ്റ്സ് പവർ. CCTV ഫുട്ടേജസ് കാണിക്കുന്നത് ദ പ്ലെയിൻ സ്പെഡ് അപ്പ് നോർമലി ഫോർ ദ ഫസ്റ്റ് 18 seconds. അതിനുശേഷം അതിൻ്റെ ആ ഒരു നോസ് ഇറ്റ് ടേൺ റൈറ്റ്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു നോസ് റൈറ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻജിൻ ഫെയിലിയറിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആ ഒരു ലാൻഡിങ് വീൽസ് ദേ വേർ ഇൻ പുൾഡ് ഇൻ. ഓക്കെ, സോ അത് അവിടെ ഒരു ഡ്രാഗ് ക്രിയേറ്റ് ചെയ്തു, അത് ആ ഒരു പ്ലെയിനിനെ സ്ലോ ഡൗൺ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു എയർ ഇന്ത്യ, ഈ ഒരു ഫ്ലൈറ്റ് ഇത് ആ ഒരു എൻറ്റയർ റൺവേ യൂസ് ചെയ്തു എന്നാണ് പറയണത്. ഓക്കെ, ദ പ്ലെയിൻ യൂസ് ദി എൻറ്റയർ റൺവേ.
സോ ഇത് കാണിക്കുന്നത് അതിന് ഒരു സ്ലോ ആക്സിലറേഷനാണ് കാണിക്കുന്നത്, വിച്ച് മൈറ്റ് മീൻ ഇറ്റ് ഹാഡ് സ്ലോ ആക്സിലറേഷൻ, അല്ലെങ്കിൽ എൻജിൻ പ്രോബ്ലംസ് ഉണ്ടാവാം. ആ ഒരു തുടക്കം തന്നെ ഇങ്ങനെ ആ ഒരു എൻജിൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ ആ ഒരു സ്ലോ ആക്സിലറേഷനും ഒരു കാരണമായിരിക്കാം. ഓക്കെ, ആ ഒരു ലോങ് ടേക്ക് ഓഫ് എന്നുള്ളതാണ്. സോ ഈ ഒരു എൻജിൻ ഫെയിലിയറിൻ്റെ കോസസ് എടുക്കുമ്പോൾ ഒന്ന് നമുക്ക് ആ ഒരു ദാറ്റ് എൻജിൻ മൈറ്റ് ഹാവ് ബ്രോക്കൺ ഡൗൺ മെക്കാനിക്കലി, അത് മെക്കാനിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ വല്ല പക്ഷികളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഗോട്ട് ഡാമേജ്ഡ് ബൈ ബേർഡ്സ് ഓർ ചെളിയൊക്കെ കൊണ്ട്, ജങ്ക് അല്ലെങ്കിൽ ആ ഒരു ഡേർട്ട് കൊണ്ട് ദേ മൈറ്റ് ഹാവ് സക്ഡ് ഇൻ ഡെബ്രിസ്. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കാം ആ ഒരു എൻജിൻ ഫെയിലിയർ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷികൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം എന്നവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആ ഒരു വീഡിയോ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. സോ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ഈ ഒരു പ്ലെയിൻ എടുക്കുന്ന സമയത്ത് കുറച്ച് പക്ഷികളൊക്കെ ഇതിൻ്റെ അടുത്ത് കൂടെ പറന്നു പോകുന്നുണ്ട്. പക്ഷേ പക്ഷികളുടെ ബോഡി പാർട്സ് ഒന്നും കിട്ടിയിട്ടില്ല. ദി ഈവൻ ദോ നോ ബേർഡ് പാർട്സ് വേർ ഫൗണ്ട് ഓൺ ദ റൺവേ. സോ ആ ഒരു ടേക്ക് ഓഫിന് ശേഷം ആ ഒരു പക്ഷികൾ ചിലപ്പോൾ ആ ഒരു എഞ്ചിനിൽ ഇടിച്ചിരിക്കാം. ഓക്കെ, ബിയോണ്ട് ദ റൺവേ. ആ ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സോ ആ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. സോ അതാണ് കീ. ഓക്കെ, ആ ഒരു ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ദാറ്റ് വിൽ കൺഫേം എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ടു ദ എൻജിൻസ്. സോ ഈ ഒരു ക്രാഷ് ചിലപ്പോൾ ബോത്ത് എൻജിൻ ഫെയിൽ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് പോസിബിളി ബിക്കോസ് ഓഫ് ബേർഡ്സ് ഓർ എൻജിൻ പ്രോബ്ലംസ് എന്നുള്ളതാണ്. സോ ആ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ദാറ്റ് വിൽ ഹെൽപ്പ് ടു ഫൈൻഡ് ദ റിയൽ റീസൺ. സോ നമ്മുടെ ഈ ഒരു എയർ ഇന്ത്യ ക്രാഷിലുള്ള ഒരു ഓപ്പറേഷണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഹോട്ട് വെതർ ഒരു റീസൺ ആണ്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ആ ഒരു ആക്ച്വൽ റൺവേ എന്ന് പറയുന്നത് 3500 കിലോമീറ്റർ ആണ്, 3500 മീറ്റർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ദ റൺവേ ഈസ് 3505 മീറ്റേഴ്സ് ലോങ്. ഈ ഒരു ടെമ്പറേച്ചർ കൂടിയത് കൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് വെരി ഹോട്ട്. ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആൻഡ് സോ ആ ഒരു പ്ലെയിനിന് ദേ നീഡ് മോർ പവർ ടു ലിഫ്റ്റ് ഓഫ്. ഓക്കെ, ഈ ഒരു ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ആ ഒരു പ്ലെയിനിന് കുറച്ചും കൂടി പവർ വേണ്ടി വന്നിരിക്കാം ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു എഫക്റ്റീവ് റൺവേ 2700 മീറ്റർ ആയിട്ട് കുറച്ചു. ഓക്കെ, നോട്ട് ഫിസിക്കലി ബട്ട് ബിക്കോസ് ഹോട്ട് എയർ മേക്സ് ഇറ്റ് ഹാർഡർ ഫോർ പ്ലെയിൻസ് ടു ടേക്ക് ഓഫ്. സോ ഈ ഒരു ഹോട്ട് എയർ ഒന്ന് ഹൈ ടെമ്പറേച്ചറും, നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് എയർ പ്രഷർ കുറയും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എയറിൻ്റെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് ഹെവി ആയിരുന്നു. സോ ഇതെല്ലാം ഈ ഒരു ടേക്ക് ഓഫ് ഡിഫിക്കൽട്ട് ആക്കാൻ കാരണമാവും. ഓക്കെ, ഈ ഒരു ഹോട്ട് വെതറും അതേപോലെ എഞ്ചിൻ്റെ ആ ഒരു എഞ്ചിനും അതേപോലെ നമ്മുടെ പ്ലെയിനിൻ്റെ വിങ്സും ഒന്നും എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ദേ ഡോണ്ട് വർക്ക് ആസ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, ആ ഒരു ഹോട്ട് വെതർ കണ്ടീഷനിൽ. പിന്നെ ആൾക്കാർ 7 kg ആണ് അവരുടെ ഹാൻഡ് ബാഗേജ് അല്ലേ. 7 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമേ സമ്മതിക്കുള്ളൂ. ഓക്കെ, സോ ഒരുപാട് പാസഞ്ചേഴ്സ് അവർക്ക് അലൗ ചെയ്തതിനേക്കാളും കൂടുതൽ അവർ വെയിറ്റ് ക്യാരി ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു എക്സ്ട്രാ വെയിറ്റ് ഇറ്റ് മേ ഹാവ് ആഡഡ് അപ് ടു 2 tons. സോ ആ ഒരു ഇറ്റ് ഹാഡ് മെയ്ഡ് ദ പ്ലെയിൻ ഹെവിയർ ദാൻ എക്സ്പെക്റ്റഡ്. സോ ആ ഒരു എന്തുകൊണ്ടാണ് ആ ഒരു ടേക്ക് ഓഫ് ഒരുപാട് സമയം എടുത്തതെന്ന് വെച്ചാൽ ഒന്ന് ഹീറ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതേപോലെ ആ ഒരു ഓവർലോഡിങ്. ഓക്കെ, സോ ദ പ്ലെയിൻ നീഡഡ് മോർ റൺവേ ഡിസ്റ്റൻസ് ടു ടേക്ക് ഓഫ്. So this may have stressed the engines or affected how the aircraft performed right after takeoff. So ഒരു ഹോട്ട് വെതറും അതേപോലെ ആ ഒരു പോസിബിൾ ഓവർലോഡിങ്ങും ഓക്കെ ആ ഒരു എക്സ്ട്രാ വെയിറ്റും ആയിരിക്കാം ഈ ഒരു ടേക്ക് ഓഫ് പെർഫോമൻസിനെ വീക്ക് ആക്കിയത്, വിച്ച് മേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്രാഷ്. സോ 1986 ഇതേപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യൻ എയർലൈൻസ് പ്ലെയിൻ ആയ ആ ഒരു എയർബസ് A300 അതിനൊരു എൻജിൻ ഫെയിലിയർ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു ബേർഡ് ഹിറ്റ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ആ ഒരു പക്ഷി ഇടിച്ച സമയത്ത് ആ ഒരു ടേക്ക് ഓഫിൻ്റെ ടൈമിൽ ഡ്യൂറിങ് ടേക്ക് ഓഫ് സോ ആ ഒരു പൈലറ്റിന് ആ ഒരു വൈബ്രേഷൻ കിട്ടി. ഓക്കെ, ആൻഡ് പുള്ളി വളരെ ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. അതായത് ടേക്ക് ഓഫ് വേണ്ട, ടേക്ക് ഓഫ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പുള്ളി തീരുമാനിച്ചു.
ഈവൻ ദോ ദ പ്ലെയിൻ ഹാഡ് ഓൾറെഡി റീച്ച്ഡ് ഹൈ സ്പീഡ്. ഓക്കെ, അത് ഫ്ലൈ ചെയ്യാൻ റെഡി ആയിരുന്നു, എന്നിട്ട് കൂടി ആ ഒരു ടേക്ക് ഓഫ് വേണ്ടാന്ന് തീരുമാനിച്ചു. സോ ഇവിടെ ആ ഒരു പൈലറ്റിന്റെ ഡിസിഷൻ, ഓക്കെ, ദെയർ ആക്ഷൻ സേവ്ഡ് എവ്രി വൺ ഓൺ ബോർഡ്. ഓക്കെ, സോ അതിനുശേഷം ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഹി ഹാഡ് ബീൻ ക്രൂസിഫൈഡ് ലേറ്റർ ബിക്കോസ് പുള്ളി ആ ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് ബ്രോക്ക് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്, ബൈ സ്റ്റോപ്പിംഗ് ആഫ്റ്റർ റീച്ചിങ് ദി സേഫ്റ്റി ടേക്ക് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞില്ല. ആ ഒരു സേഫ്റ്റി ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്പീഡ് കിട്ടി, പക്ഷെ എന്നിരുന്നാൽ കൂടി പുള്ളി റിസ്ക് എടുക്കാണ്ട് ആ ഒരു ടേക്ക് ഓഫ് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായത്. സോ ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നോക്കിയാൽ, ഈ പൈലറ്റ്സിൻ്റെ ഒക്കെ ഈ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷനൊക്കെ ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ ക്യാൻ സേവ് ലൈഫ്സ് അല്ലേ, ഈവൺ ഇഫ് ദോസ് ഡിസിഷൻ ഗോ അഗെയിൻസ്റ്റ് ദി യൂഷ്വൽ റൂൾസ്. സോ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പ്രഷർ അല്ലെങ്കിൽ ഒരു റിസ്ക് ആയിരിക്കാം നമ്മുടെ ഒരു അഹമ്മദാബാദിലുള്ള ആ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിന് സംഭവിച്ചത്. ഓക്കെ, പൈലറ്റ് ഡ്യൂറിങ് ദ റീസെൻറ്റ് ക്രാഷ്. സോ ഈ ഒരു 86-ലെ കേസ് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നത്, അതായത് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പൈലറ്റിൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. ആൻഡ് സംടൈംസ് ക്വിക്ക് തിങ്കിങ് മാറ്റേഴ്സ് മോർ ദാൻ സ്ട്രിക്റ്റ് റൂൾസ് അല്ലേ. വളരെ ക്വിക്കായിട്ടുള്ള തിങ്കിങ് ആണ് അവിടെ മാറ്റർ ചെയ്യുന്നത് റൂൾസിനേക്കാളും. സോ നമുക്ക് ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ വി ലുക്ക് ഓൺ ടു ദി വേ ഫോർവേഡ് ആഫ്റ്റർ ദി എയർ ഇന്ത്യ ക്രാഷ്. സോ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് വേണ്ട സത്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ, ആ ഒരു ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതേപോലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ദാറ്റ് വിൽ ഹെൽപ്പ് us ഫൈൻഡ് ദി റിയൽ കോസ് ഓഫ് ദ ക്രാഷ്. പക്ഷേ ഇന്ത്യയിൽ നമുക്കറിയാം ഒഫീഷ്യൽ റിപ്പോർട്ട്സൊക്കെ ഡിലേ ആവാനാണ് കൂടുതൽ ചാൻസ്. അറിയാലോ, വളരെ സ്ലോ പ്രൊസീജിയേഴ്സാണ് നമുക്കുള്ളത്. സോ അത് ഡിലേ ആവും ഒഫീഷ്യൽ റിപ്പോർട്ട്സ്. ഏതൊക്കെ ക്രാഷ് കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്ലൈയിങ് ഈസ് സ്റ്റിൽ വൺ ഓഫ് ദ സേഫസ്റ്റ് വേ ടു ട്രാവൽ. ഓക്കെ, പിന്നെ ഈ ഒരു എയർ ഇന്ത്യയുടെ ഈ ഒരു പ്ലെയിൻ, ഇത് ബോയിങ് 787 ആണ്. ഇതൊരു വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് ആക്ച്വലി. ഓക്കെ, സോ ദ ക്രാഷ്ഡ് പ്ലെയിൻ വാസ് ബോയിങ് 787 വിച്ച് ഹാഡ് എ വെരി ഗുഡ് സേഫ്റ്റി റെക്കോർഡ്സ്. ഓക്കെ, കഴിഞ്ഞ 14 വർഷമായിട്ട് വളരെ നല്ല സേഫ്റ്റി റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയിൻ ആണ്. പിന്നെ ഈ ഒരു ബോയിങ്ങിൻ്റെ ഈ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചെറുതായിട്ട് ആ ഒരു ട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ബോയിങ്ങിൽ. ഓക്കെ, സോ നമ്മുടെ ഒരു US-ൻ്റെ ആ ഒരു ഏവിയേഷൻ അതോറിറ്റി FAA എന്ന് പറയുന്ന അവരുടെ ആ ഒരു US-ൻ്റെ ഏവിയേഷൻ അതോറിറ്റിയും അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും NTSBയും, സോ ഇവർ ബോയിങ്ങും കൂടി ചേർന്നിട്ട് ഇത് കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റ് ആക്കണം. ആൻഡ് അവർ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണം അല്ലേ. പിന്നെ അവർ പബ്ലിക് ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോയിങ് ആൻഡ് അതോറിറ്റി. സോ നമുക്കിപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ലെറ്റ് ദ ബ്ലാക്ക് ബോക്സ് റിവീൽ ദ ട്രൂത്ത് എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാതിരിക്കുക. സ്റ്റേ കാം ബിക്കോസ് എയർ ട്രാവൽ ഈസ് സ്റ്റിൽ സേഫ്. ഓക്കെ, ആൻഡ് ബിഗ് ഏവിയേഷൻ ബോഡീസ് മസ്റ്റ് റീഗെയിൻ പബ്ലിക് കോൺഫിഡൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നെതന്യാഹുസ് എൻഡ് ഗെയിം ഇൻ ഇറാൻ. നമ്മൾ ഇസ്രായേലും ഇറാനും കൂടിയിട്ട് ഇപ്പോൾ ഒരു വാറിലാണ്. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ന്യൂസ്. സോ ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് റിലവൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ന്യൂസാണ്. മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും ഇറാൻ ആണെന്നുണ്ടെങ്കിലും ഇവർ ഒരുപാട് കാലങ്ങളായിട്ട് ഇവർ ശത്രുക്കളാണ് അല്ലേ. സോ പിന്നെ മെയിനായിട്ട് ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇസ്രായേലിനെതിരെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെസ്ബോള ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹമാസ് ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ ടെക്നോളജിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് മെയിൻ ഇസ്രായേലിനെ ടെൻഷനാക്കിയത് അതാണ്. അതായത് ഇസ്രായേൽ ഭയപ്പെടുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുമെന്നാണ് ഇസ്രായേൽ ഭയപ്പെടുന്നത്. ജൂൺ 13 2025 നമ്മുടെ ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്തു, എയർ സ്ട്രൈക്സ് നടത്തി. മെയിൻലി അവർ ഫോക്കസ് ചെയ്ത് ന്യൂക്ലിയർ സൈറ്റുകളിലെയും മിലിറ്ററി ലീഡേഴ്സിനൊക്കെയാണ് ഫോക്കസ് ചെയ്തത് അല്ലേ. ഒരുപാട് ഇറാൻ്റെ ടോപ്പായിട്ടുള്ള മിലിറ്ററി ലീഡേഴ്സൊക്കെ മരിച്ചിട്ടുണ്ട്. സോ ഇത് മിഡിൽ ഈസ്റ്റിലുള്ള ആ ഒരു ടെൻഷൻ വളരെയധികം കൂട്ടിയിട്ടുണ്ടല്ലേ. ദിസ് ഹാസ് മെയ്ഡ് ദ സിറ്റുവേഷൻ ഇൻ മിഡിൽ ഈസ്റ്റ് വെരി ടെൻസ്. ഇവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹുവിന് 3 ചോയ്സാണുള്ളത്. ഒന്നെങ്കിൽ ആ ഒരു വാർ എസ്കലേറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് അറ്റാക്ക് ഇറാനെ നേരെ നടത്തുക. സോ ഇതൊരു ആ ഒരു റീജിയനിൽ ഒരു ഫുൾ വാറിനാണ് ചാൻസ് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് മരണങ്ങൾ ഉണ്ടാവാം, ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഗ്ലോബൽ ടെൻഷൻസിനൊക്കെ ഇത് കാരണമാവാം. അല്ലെങ്കിൽ ഡിപ്ലോമസി ചൂസ് ചെയ്യാം.
ഓക്കെ, ഒരു ഫൈറ്റിംഗ് നിർത്തിയിട്ട് ഇറാനും അതേപോലെ ഗ്ലോബൽ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുക, ഒരു പീസ്ഫുൾ സൊല്യൂഷൻ കണ്ടെത്തുക. സോ അത് നമുക്ക് ഒരു വാർ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, അതേപോലെ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും അല്ലേ. പിന്നെ അമേരിക്കനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ഇൻവോൾവ് ദ US. സോ അമേരിക്കയോട് ഇതിനുള്ളിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറയുക, ഈദർ ടു ഹെൽപ്പ് ഇൻ ദി വാർ ഓർ ഇൻ പീസ് ടോക്സ്. ഓക്കെ, ഇത് നമ്മൾ നെതന്യാഹുവിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, US അറിയാം ഇസ്രായേലിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അലയാണ്. സോ ഇവിടെ വരുന്ന ഒരു റിസ്ക് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്നുള്ളത് ഇറ്റ് കുഡ് ചേഞ്ച് ദി പവർ ബാലൻസ് അല്ലേ. ബട്ട് ഓൾസോ അതൊരു ഗ്ലോബൽ പ്രഷർ കൂട്ടാൻ കൂടി കാരണമായേക്കാം. സോ ഇസ്രായേലിൻ്റെ ഒരു വാർ സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്ന ടൈമിൽ ഒന്ന് ഫുൾ അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇസ്രായേലിലെ ഇപ്പോൾ നന്നായിട്ട് ഇറാൻ്റെ മേലെ ഒരു ബോംബിങ് നടത്തുന്നുണ്ട്. ഇസ്രായേൽ ഈസ് ബോംബിങ് ഇറാൻ വെരി ഹെവിലി. ഇറാനും തിരിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇസ്രായേലിലെ ബിൽഡിങ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഓഫീസസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്പെഷ്യലി അവരുടെ ടോപ്പ് ലീഡേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെതന്യാഹുവിൻ്റെ പ്ലാൻ എന്നുള്ളത് ആ ഒരു ഇറാനിയൻ ഗവൺമെൻറ്റിനെ കൊളാപ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓർ ഫോഴ്സ് എ ചേഞ്ച് ഇൻ ലീഡർഷിപ്പ്. ഓക്കെ, ഒരു റിജീം ചേഞ്ച് അവിടെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ നെതന്യാഹുവിൻ്റെ ഒരു എയിം. സോ ഈ ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇസ്രായേൽ ലീഡർ നെതന്യാഹു ഇറാനിയൻ ആൾക്കാരോട് പറഞ്ഞിരുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അഗെയിൻസ്റ്റ് ദെയർ ഓൺ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഒരു ടെഹ്റാനിലെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരണം എന്ന് നമ്മുടെ നെതന്യാഹുവിനൊരു ഐഡിയ ഉണ്ടായിരുന്നു മുമ്പ് തന്നെ. എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു റിവോൾട്ടിന് പകരം നമ്മുടെ ഇസ്രായേലിൻ്റെ ആ ഒരു ബോംബിങ്സ് ദാറ്റ് ഹാവ് കിൽഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഇറാൻ്റെ ഒരുപാട് സിവിലിയൻസിനെ കൊന്നിട്ടുണ്ട്. സോ ഇത് ഇറാനിയൻ ഗവൺമെൻറ്റിന് ഇറ്റ് ഗേവ് എ ചാൻസ് ടു റാലി പബ്ലിക് സപ്പോർട്ട്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഈ ഒരു അറ്റാക്ക് നടന്നതിലൂടെ ഓക്കെ ഇറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് ഇസ്രായേൽ ഈസ് ദ എനിമി അല്ലേ. സോ ഫാർ നമ്മൾ അൺക്ലിയർ ആണ് ഇഫ് ദ പ്ലാൻ ഈസ് ഹേർട്ടിങ് ഇറാൻ റെജീം ഓർ അത് കുറച്ചും കൂടി ഇറാനിലെ ഒരു ഗവൺമെൻറ്റിനെ മച്ച് സ്ട്രോങ്ങർ ആക്കുകയാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, സോ ഇസ്രായേലിന് വേണ്ടത് ഇസ്രായേൽ വാണ്ടഡ് ഇറാനിയൻസ് ടു ടേൺ അഗെയിൻസ്റ്റ് ദെയർ ഓൺ ഗവൺമെൻറ്. ഓക്കെ, ബട്ട് ബിക്കോസ് സോ മെനി ഇന്നസെൻറ്റ് പീപ്പിൾ ഡൈഡ്, അതേപോലെ ഒരുപാട് ഇറാനിയൻസ് ആർ നൗ സ്റ്റാൻഡിങ് വിത്ത് ദെയർ ഗവൺമെൻറ്. ഓക്കെ, നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഇപ്പോൾ ഇറാൻ്റെ മേലെ ഒരു കണ്ടിന്യൂസ് ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇസ്രായേൽ ഈസ് സ്റ്റിൽ ബോംബിങ് ഇറാൻ. പക്ഷേ നമ്മുടെ ട്രംപ് പറഞ്ഞത് പുള്ളി ഹീസ് ഓപ്പൺ ടു എ പീസ് ഡീൽ എന്നാണ് പറഞ്ഞത്. ഇറാനുമായിട്ടുള്ളൊരു പീസ് ഡീലിന് US തയ്യാറാണ് എന്ന് നമ്മുടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ അവരുടെ മെസ്സേജ് ഗൾഫ് കൺട്രീസ് മൂലം ഇറാൻ എന്താണ് ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വി മൈറ്റ് റിട്ടേൺ ടു പീസ് ടോക്സ്, പക്ഷെ ഒരു ബോംബിങ് ഇസ്രായേൽ നിർത്തണം. ഓക്കെ, ഓൺലി ഇഫ് ദ ബോംബിങ് സ്റ്റോപ്സ്. സോ ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ആണല്ലോ മെയിനായിട്ട്, ന്യൂക്ലിയർ ബോംബ് ഇറാൻ ഉണ്ടാക്കുന്നുള്ളൊരു പേടിയാണ് ഇസ്രായേൽ ബോംബിടാനുള്ള കാരണം, അല്ല സോറി ഇസ്രായേലിലെ ആ ഒരു വാറിലോട്ട് പോകാനുള്ള കാരണം. സോ ഇറാൻ മൈറ്റ് റെഡ്യൂസ് ഇറ്റ്സ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഓക്കെ, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതൊന്ന് കുറയ്ക്കാം, ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് നൈസായിട്ടൊന്ന് കുറയ്ക്കാം, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഗിവ് അപ്പ് ചെയ്യില്ല. ഓക്കെ, വി വോണ്ട് ഗിവ് ഇറ്റ് അപ്പ് കംപ്ലീറ്റ്ലി എന്ന് ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പീസ് ടോക്സിനും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ മേലെ അറ്റാക്ക് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പീസ് ടോക്സിനും ഞങ്ങൾ തയ്യാറല്ല. സോ ഇറ്റ്സ് ഹാർഡ് ടു സ്റ്റാർട്ട് എനി പീസ് പ്രോസസ് റൈറ്റ് നൗ. സോ യുഎസിന് ഇവിടെ വേണ്ടത് ഒരു പീസ് ടോക്ക് ആണ്. ഇറാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, ഓൺലി ഇഫ് ദ അറ്റാക്ക് സ്റ്റോപ്പ്. അതേപോലെ ഇസ്രായേൽ കണ്ടിന്യൂഡ് ബോംബിങ് മേക്സ് പീസ് ടോക്സ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മൾ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് US-ൻ്റെ റോളും അവരുടെ ഒരു പൊസിഷനുമാണ്. അതായത് നമ്മുടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, അതായത് US ഈ ഒരു വാറിൻ്റെ പാർട്ടല്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് വി നോ ദാറ്റ്, അതായത് ഹീ ന്യൂ അബൌട്ട് ഇസ്രായേൽസ് അറ്റാക്ക് പ്ലാൻ. ഓക്കെ, ട്രംപിന് അറിയാം ഇസ്രായേലിൻ്റെ അറ്റാക്ക് പ്ലാനിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ട്രംപിനുണ്ട്. പുള്ളി സീക്രറ്റ്ലി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവാം. പുള്ളി ഒരു ഗ്രീൻ ലൈറ്റ് കൊടുക്കാണ്ടൊന്നും എന്തായാലും നെതന്യാഹു ഇറാൻ അടിക്കില്ല. ഓക്കെ, പിന്നെ ഇസ്രായേലിന് എന്താണ് US-ൽ നിന്നും വേണ്ടതെന്ന് ചോദിച്ചാൽ
ഇസ്രായേൽ ഈസ് പുഷിങ് ദ യു എസ് ടു ജോയിൻ ദ വാർ. ഇസ്രായേൽ പറയുന്നത് യു എസ് ഈ ഒരു വാറിൽ ജോയിൻ ചെയ്യണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇസ്രായേൽ യു എസിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അലയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, സോ ഇസ്രായേലിൽ വിശ്വസിക്കുന്നത് യു എസിൻ്റെ മിലിറ്ററി പവറിന് മാത്രമേ ഇറാൻ്റെ ആ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ നെത്തിനാഹുവിൻ്റെ പ്ലാൻ അനുസരിച്ച് ആ ഒരു ഇറാനിലൊരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ യു എസ് മിലിറ്ററി പവറിന് മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, ടു റിമൂവ് ഇറാൻസ് കറണ്ട് റൂളേഴ്സ്. ആൻഡ് അതേപോലെ ഇറാൻ്റെ ആ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ, യു എസിൻ്റെ മിലിറ്ററി പവറിനെ പറ്റുള്ളൂ എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇറാൻ്റെ സ്ട്രാറ്റജി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇപ്പോൾ ഭയങ്കര കെയർഫുള്ളാണ്. ഓക്കെ, യു എസിൻ്റെ സോൾജേഴ്സിനെയോ ബേസിനെയോ ഒന്നും ഇറാൻ അറ്റാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് അവോയ്ഡ്സ് അറ്റാക്കിങ് യു എസ് സോൾജേഴ്സ് ഓർ ബേസസ്. സോ ഇറാൻ ഈസ് ബീങ് വെരി കെയർഫുൾ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും യു എസിനെതിരെ സോൾജേഴ്സിന് അല്ലെങ്കിൽ ബേസസിനെതിരെ മറ്റേ ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും യു എസ് ഒഫീഷ്യലി ഈ ഒരു വാറിൽ ജോയിൻ ചെയ്യും. സോ വാട്ട് ഇസ്രായേൽ ഹോപ്സ് ടു ഗെയിൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റെ ആ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഇറാൻ ഒന്ന് വീക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ് താഴെ വീണ് കഴിഞ്ഞാൽ ആ ഒരു റീജിയണിലെ ഏറ്റവും വലിയ പവർഫുൾ ആളായിട്ട് ഇസ്രായേൽ മാറും. ഇസ്രായേൽ വുഡ് ബിക്കം മോർ പവർഫുൾ ഇൻ ദ റീജിയൻ. ഓക്കെ, സിറിയയിൽ നിന്ന് ഗസ വരെയും ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് വരെയും കംപ്ലീറ്റ് ആ ഒരു റീജിയണിൻ്റെ പവർ ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടും. ഓക്കെ, പിന്നെ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ മിഡിൽ ഈസ്റ്റിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ പറ്റും ഇസ്രായേലിനെ. സോ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഇറാനെതിരെയുള്ള ആ ഒരു ബോംബിങ്ങിനെ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീസ് അഗെയിൻസ്റ്റ് ദി സീസ് ഫയർ റൈറ്റ് നൗ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു വാർ ഇനിയും ഒരു എന്താ പറയുക കൂടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി പ്രഷർ ഇൻസൈഡ് ദി യു എസ്. ഓക്കെ, ഒന്നെങ്കിൽ ആ ഒരു വാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രഷർ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാറിൽ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാനുള്ള ഒഫീഷ്യലി ഈ ഒരു വാറിൽ അമേരിക്ക ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രഷർ ട്രംപിന് മേലെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വിച്ച് കുഡ് ക്രിയേറ്റ് ഈവൺ മോർ പ്രോബ്ലം. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് യു എസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ ഒരു വാറിൻ്റെ പാർട്ടല്ല, പക്ഷേ സീക്രട്ടായിട്ട് ഇവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് വേണ്ടത് യു എസിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇസ്രായേൽ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ ആ ഒരു ഇറാൻ ഈസ് അവോയ്ഡിങ് എ ബിഗർ വാർ. ഓക്കെ, യു എസിനെ അറ്റാക്ക് ചെയ്യാതെ ആ ഒരു വാർ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രംപിനെ വളരെ ടഫ് ചോയ്സസ് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആൻഡ് നമ്മൾ ബാച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നെക്സ്റ്റ് മന്ത് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയവർ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ നമ്മൾ കാണിച്ച ഒരു ബ്രോഷറിൽ നമ്മുടെ നമ്പർ ഉണ്ട്. സോ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ബൈ ഗൈസ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.